ഒപ്പം ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീ KV മനോജ് കുമാർ ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ KV മനോജ് കുമാർ, താമരശ്ശേരിയിലെ സംഭവം ഷഹബാസിന്റെ മരണം നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലിൽ പാട്ടൊന്ന് നിന്നുപോയതിനു ശേഷം ഉണ്ടായത് ക്രൂരമായ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. ആക്രമിക്കണമെന്ന് കരുതിക്കൂട്ടി അതിനായി കുട്ടികൾ പദ്ധതിയിടുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഈ 18 വയസ്സിന് താഴെയുള്ളവരെ കുട്ടികളെന്ന് വിളിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ മനോഭാവത്തിലേക്ക് ഒരു ചെറിയ സംഭവത്തിന്റെ പേരിൽ എന്നത് ഞെട്ടിപ്പിക്കുന്നതല്ലേ? തീർച്ചയായും ഞെട്ടിപ്പിക്കുന്നതാണ്. പക്ഷെ അവരെ കുട്ടികളെന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം നിയമത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പൊതുവായ കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ വിഷയം നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സ്വഭാവങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിലാണ്. അതിന്റെ സമൂഹത്തിലുള്ള വിവിധ വിഷയങ്ങളുടെ ഒരു പരിച്ഛേദം തന്നെയാണല്ലോ കുട്ടികളും. ഒപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്ന വിഷയങ്ങൾ, കോവിഡിന് ശേഷമുള്ള കുട്ടികളുടെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം, ലഹരിയുടെ മേഖലകളിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നു. ഈ വിഷയങ്ങളൊക്കെ ഒന്നിച്ച് വേണം പരിശോധിക്കാൻ. മറ്റൊന്ന്, ബ്രോക്കൺ ഫാമിലീസ് ആണ്. ഞങ്ങൾ നടത്തിയ പഠനത്തിൽ ഞങ്ങൾക്കത് വളരെ വ്യക്തമായിട്ടുണ്ട്. കുട്ടികളുടെ മാനസിക സംഘർഷം സംബന്ധിച്ച് കുടുംബ കോടതികളിൽ കേസുള്ള രക്ഷിതാക്കളുടെ മാനസിക സമ്മർദ്ദം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കൂടെ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം കുട്ടികളെ എങ്ങനെ നമ്മൾ സമീപിക്കേണ്ടത് എന്നുള്ളത്. വളരെ കൃത്യമായ ഒരു പാരന്റിങ് ഉണ്ടാവണം എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നല്ല പാരന്റിങ്, അതോടൊപ്പം അധ്യാപകരുടെയും സമൂഹത്തിന്റെ ആകെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. സ്കൂൾ നല്ലൊരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കി കൂടെ മാറ്റണമെന്ന് കൂടിയാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. ശ്രീ KV മനോജ് കുമാർ, ഇപ്പോൾ ഈ മർദ്ദനം, ഈ കേസ്, ഈ മരണത്തിൽ ഇപ്പോൾ സ്വമേധയാ നിങ്ങൾ കേസെടുത്തിരിക്കുകയാണല്ലോ. ഇക്കാര്യത്തിൽ ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ കുട്ടികൾ മാത്രമായിരിക്കില്ല, ഇതുപോലെയുള്ള ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയുള്ള ഇവരുടെ ആശയവിനിമയങ്ങൾ, അത് മാതാപിതാക്കൾ പൂർണ്ണമായും ഈ സ്മാർട്ട് ഫോൺ ഉപയോഗം എന്ന് പറയുന്നത് കോവിഡ് കാലത്തിന് ശേഷം കുട്ടികൾക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ള ഒരു ആക്സസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കൾ എന്നതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച നമ്മൾ ലഹരിക്കെതിരായ പോരാട്ടത്തിനൊപ്പം തന്നെ ഈ രീതിയിലുള്ള കുട്ടികളിൽ ക്രിമിനൽ മനോഭാവം വളർന്നു വരുന്നതിനെതിരായ ഒരു പോരാട്ടം കൂടി ഒന്നു ചേർന്ന് നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ? ബാലാവകാശ കമ്മീഷന് പ്രത്യേകിച്ചും കുട്ടികൾക്കിടയിലേക്കാണ് ലഹരി അടക്കം കൂടുതലായി എത്തുന്നത്. ഇപ്പോൾ ഈ ക്രിമിനൽ മനോഭാവം കാണിച്ച കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള ലഹരി സംഘങ്ങളുമായോ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ടോ? അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. പെട്ടെന്നാരും ക്രിമിനലായി മാറുന്നില്ലല്ലോ. അപ്പോൾ അതിനെതിരായ ഒരു ബോധവൽക്കരണം, പ്രതിരോധം എന്ന് പറയുന്നത് എല്ലാ സ്കൂളുകളിലും നമ്മൾ ചെയ്യേണ്ടതല്ലേ? നോക്കൂ സുജിയ, ഞങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തിലല്ല. ഞങ്ങൾ കഴിഞ്ഞ മാസത്തെ കമ്മീഷൻ മീറ്റിംഗിൽ തന്നെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികളും തമ്മിലുള്ള സംഘർഷങ്ങൾ, കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള, അതുപോലെ അധ്യാപകരും തമ്മിലുള്ള സംഘർഷങ്ങൾ, ഇതിൽ ലഹരിയുടെ, മൊബൈൽ ഫോണിന്റെ, ബ്രോക്കൺ ഫാമിലീസിന്റെ ഇഷ്യൂസ് അടക്കം പരിശോധിക്കാനും പഠിക്കാനും വേണ്ടി ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കണമെന്ന് ആലോചിക്കുകയും പ്രത്യേകമായിട്ടുള്ള ഒരു സമിതി രൂപീകരിച്ച് അവരുടെ ഉപദേശപ്രകാരം ഈ പഠനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ ഒരു ദാരുണമായ ഒരു സംഭവം കൂടെ നടന്നിട്ടുള്ളത്. തീർച്ചയായും ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിന്റെ വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനും കമ്മീഷൻ തീരുമാനിച്ചു. തീർച്ചയായും ആ ഒരു പോരാട്ടത്തിൽ ഞങ്ങളും ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ ബാലാവകാശ കമ്മീഷന്റെ എല്ലാ നടപടികൾക്കും ഒപ്പമുണ്ടാകും. കാരണം സമൂഹത്തെ വലിയ രീതിയിൽ ഈ ഒരു വിപത്ത് ബാധിച്ചിരിക്കുകയാണ്. കുട്ടികൾ ക്രിമിനലുകളായി മാറുന്നു എന്ന് പറയുന്നത് ഒരു തലമുറ തന്നെ നശിക്കുകയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു ശ്രീ KV മനോജ് കുമാർ.